Hi all, welcome to my cooking video. ഇന്നത്തെ വീഡിയോയിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷായ കർഡ് റൈസ് ഓർ തൈര് സാധമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമ്മർ സീസണിൽ ഈ റൈസ് കഴിക്കുന്നത് നമുക്ക് ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ കർഡ് അല്ലെങ്കിൽ യോഗട്ട് എന്ന് പറയുന്നത് നാച്ചുറൽ കൂളൻ്റാണ്. അതുപോലെ ഇറ്റ് ബ്രിങ്സ് ഡൗൺ ബോഡി ടെമ്പറേച്ചർ. സോ ഇത് പിന്നെ എന്താ പറയുക, നമുക്ക് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ റൈസ് നല്ല സോഫ്റ്റായിട്ട് കുക്ക് ചെയ്യുക എന്നതാണ്. റൈസ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് റൈസും നമുക്ക് ഉപയോഗിക്കാം. ഇനി റൈസ് ഉപയോഗിക്കാനായിട്ട് പറ്റാത്തവർക്ക് വേണ്ടി റോൾഡ് ഓട്സ്, മില്ലറ്റ്, പിന്നെ അതുപോലെ അങ്ങനെയുള്ള ബാജറ, അങ്ങനെയുള്ള നമുക്ക് റൈസിന് പകരമായിട്ട് അത് യൂസ് ചെയ്യാം. പിന്നെ റൈസ് നമ്മൾ നന്നായിട്ട് ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ കുക്കാക്കിയിട്ട് സീവ് ചെയ്തതിന് ശേഷം പിന്നെ അത് ആ ചൂടിൽ തന്നെ നമ്മളൊരു എത്ര എന്താ പറയുന്നത്, അതിനകത്ത് നമ്മൾ മിൽക്ക് ചേർത്ത് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കണം. ഞാൻ ഇവിടെ 1 കപ്പ് ബസ്മതി റൈസ് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുക്ക് ചെയ്തു, അതിനുശേഷം സീവ് ചെയ്തു. അതിനുശേഷം ഞാൻ 1 കപ്പിന് ഏകദേശം 1 കപ്പ് മിൽക്ക് ഇട്ടിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് കൂൾ ചെയ്യാനായിട്ട് വെച്ചു. ഏകദേശം 2 മണിക്കൂറിന് മുമ്പ് ഈ പ്രോസസ്സ് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് സോൾട്ട്, അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സോൾട്ട് ചേർക്കുക. പിന്നെ കുറച്ച് പോംഗ്രനേറ്റ് യൂസ് ചെയ്യുന്നു. നമുക്കിതില്ല, കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റഡ് ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ യൂസ് ചെയ്യാം. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുമായിട്ട് ഈ റൈസുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഇത് ഞാൻ മിക്സ് ചെയ്തു. ഇതിലേക്ക് ഞാൻ 2 കപ്സ് കർഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ മിൽക്ക് എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇത്രയും തൈര് ഒഴിക്കുമ്പോൾ സോർ ടേസ്റ്റ് മുമ്പിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുന്നു. വളരെ ഈസിയാണ്, എളുപ്പം ചെയ്യാൻ പറ്റും. again അത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഇതുമായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് താളിക്കുന്ന സ്റ്റെപ്പാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കടായി വെക്കുക. അതിലേക്ക് ഒരു 2 to 3 ടേബിൾ സ്പൂണ്, ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എനി ഓയിൽ യു ക്യാൻ യൂസ്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ക്യൂമിൻ, ജീരകം, സാദാ ജീരകം, 1.5 ടീസ്പൂണ് ഉഴുന്ന്, അത് ഒന്ന് തീ കുറയ്ക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് റോസ്റ്റഡ് പീനട്ടാണ്. പിന്നെ ഒരു 3 ടീസ്പൂൺ കാഷ്യൂ നട്ട്, ചനാദാല്, റോസ്റ്റഡ് ചനാദാല്, അതിലേക്ക് ഒരു 2-3 ഡ്രൈ ചില്ലി ഒന്ന് മൂത്തു. അതിലേക്ക് ഒരു 2 പച്ചമുളക്, അത് സ്ലിറ്റ് ചെയ്ത് ഇടാം, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ആയാലും ഇടാം. പിന്നെ അതുപോലെ ഒരു 1.5 ടീസ്പൂണ് ജിഞ്ചർ ചോപ്പ് ചെയ്തത്, അല്പം കരിയാപ്പില,
കറിവേപ്പില. ഇത് അഗെയിൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതൊന്ന് ഒരുവിധം മൂത്ത് വന്നു. അതിലേക്ക് ഒരു ഹാഫ് വേണ്ട ഒരല്പം കൂടെ കായപ്പൊടി അത് ചേർക്കാം. പൊടിയില്ലാത്തവർക്ക് കായം നേരത്തെ ഫസ്റ്റിലായിട്ട് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ പൊടിയായിരുന്നോണ്ടായിരുന്നു. ആദ്യം എണ്ണയ്ക്കകത്ത് മുട്ടിച്ചിട്ട് പൊടിച്ചിട്ട് ചേർത്താൽ മതി. കലാസ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. നമ്മുടെ ഓൾറെഡി ചെയ്ത് വെച്ച റൈസിൻ്റെ മിക്സിലേക്ക് ഒഴിക്കുക. ഇതിൽ അല്പം എടുത്ത് മാറ്റി വെച്ചേക്കണം, നമുക്ക് എന്താ ഈ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയ. എന്നിട്ട് അഗെയിൻ ഇത് നല്ലതായിട്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുക. അതും മിക്സ് ചെയ്തു. അങ്ങനെ കർഡ് റൈസ് റെഡിയായി. ഇത് നമുക്ക് സേവ് ചെയ്യുമ്പം പിക്കിള് അല്ലെങ്കിൽ പിന്നെ അതുപോലെ പപ്പട് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ഈ കർഡ് റൈസ് ചെയ്യുമ്പോൾ അതിനൊരു കോമ്പിനേഷൻ, ഒരു സൈഡ് ഡിഷ് എന്ന പോലെ ചെയ്യുന്നത് വളരെ സിമ്പിളായ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. അത് പൊട്ടറ്റോ ഫ്രൈ, വെരി സിമ്പിൾ. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പൊട്ടറ്റോ ഫ്രൈക്ക് ഞാൻ ഇവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ അതിന് മുമ്പായിട്ട് പൊട്ടറ്റോയെ പറ്റി പറയാം. ഞാനൊരു 3 മീഡിയം സൈസായിട്ടുള്ള ഒരു പൊട്ടറ്റോയാണ് എടുത്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ടത് അത് ആ സ്റ്റാർച്ച് അതിൽ നിന്ന് പോകാൻ വേണ്ടി, പിന്നെ വേറെ ഒന്ന് അത് പൊട്ടറ്റോ അല്ലാതെ കട്ട് ചെയ്താൽ കളർ ചേഞ്ച് ആകത്തില്ലേ. അപ്പോൾ അത് രണ്ടും മാറുന്നതിന് വേണ്ടിയാണ് വെള്ളത്തിനകത്ത് ഒരു 10 മിനിറ്റ്സ് കട്ട് ചെയ്ത് ഇട്ടിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ഒരു 10 numbers of garlic ഉണ്ട്. അത് ഒരു മൂത്ത് സ്മെല്ല് വരുമല്ലോ, ആ സമയത്ത് നമ്മൾ ഈ പൊട്ടറ്റോ ഇതിനകത്തേക്ക് ഇടുക. ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ചേർത്തു. പിന്നെ ആവശ്യത്തിന് സോൾട്ട് ചേർത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചൊരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് ഈ പൊട്ടറ്റോ നമുക്ക് വെന്ത് കിട്ടും. അടച്ച് വേവിക്കുക. ഒരു എക്സാക്ട് 8 മിനിറ്റ്സ് എടുത്തു. ഇത് വെന്തിട്ടുണ്ട്. വെന്തു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു 3 ഗ്രീൻ ചില്ലി, അത് എരിവിനനുസരിച്ച് ഞാൻ സെലക്ട് ചെയ്ത് അല്പം കറി ലീഫും കൂടെ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ നല്ലതായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒരു 5 മിനിറ്റ്സ് കൂടെ ഈ ചെറിയ തീയിൽ കിടന്ന് അത് വഴറ്റി എടുക്കുക. അപ്പോൾ പൊട്ടറ്റോ ഫ്രൈയും ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നു. നമുക്ക് പോംഗ്രനേറ്റ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കർഡ് റൈസ് അല്ലെങ്കിൽ തൈര് സാദം റെഡിയായി. നിങ്ങൾ ഇതുപോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈയും പപ്പടവും പിക്കിളും വെച്ച് കഴിക്കുക.
നല്ല ഒരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ഈ ചൂടത്ത് ഇത് നമുക്ക് ഒത്തിരി ഗുഡാണ് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇനി വീഡിയോ കാണാത്തവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. ഇനി വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ നമസ്കാരം. താങ്ക് യു.